എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഡോക്ടർ പി വിജയൻ സാർ എഴുതിയ കോടീശ്വരനാകാം മനഃശക്തിയിലൂടെ എന്ന പുസ്തകത്തിൻ്റെ 17ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഈ അധ്യായത്തിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് കോടീശ്വരനാകാൻ തയ്യാറാകുക എന്നുള്ളതാണ്. ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് ഒരു കോടീശ്വരനാകാൻ താല്പര്യമുണ്ടോ? അതും വെറും കോടീശ്വരനല്ല, ശതകോടീശ്വരൻ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പുസ്തകം വായിക്കുകയും ഇതിലെഴുതിയിരിക്കുന്നത് പ്രകാരം നമ്മുടെ പദ്ധതികളെ തയ്യാറാക്കുക. ഈ പുസ്തകം വായിച്ചത് കൊണ്ടോ വായിച്ച് പഠിപ്പിച്ചത് കൊണ്ടോ വായിച്ച് പഠിപ്പിക്കുന്നത് കേട്ടത് കൊണ്ടോ ഒരാൾ കോടീശ്വരനാകാൻ പോകുന്നില്ല. മറിച്ച് ഇതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വളരെ ആത്മാർത്ഥമായി ജീവിതത്തിൻ്റെ പന്താവിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ, കോടീശ്വരനാകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ അന്ധമായ കഠിനാധ്വാനം ചെയ്തതുകൊണ്ടോ ഒരാളും വിജയിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഒന്നാമത് നമ്മുടെ മനസ്സിൽ രൂഢഖൂലമായിരിക്കുന്ന മുൻവിധികളെ നമ്മൾ മാറ്റാൻ തയ്യാറാകണം. പണത്തോടുള്ള നമ്മുടെ വെറുപ്പ് നമ്മൾ ആദ്യം മാറ്റിയെടുക്കണം. പണമുള്ളവൻ, കാശുള്ളവൻ എല്ലാം മോശക്കാരാണ് എന്നുള്ള ആ ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ പറിച്ചു കളയണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ധനമുണ്ടാക്കാൻ പറ്റുകയുള്ളൂ. എല്ലാ മനുഷ്യരും ധനം ആഗ്രഹിക്കുന്നുണ്ട്. ധനം ആദ്യം രൂപം കൊള്ളേണ്ടത് മനസ്സിലാണ്. മനസ്സിൽ രൂപം കൊണ്ടെങ്കിൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാനും അംഗീകരിപ്പിക്കുവാനും നമ്മൾ ശ്രമിക്കണം. ഇവിടെ ഒരു ചെറിയ കഥ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വൃദ്ധനെക്കുറിച്ചാണ്. ഒരിക്കൽ ഒരു വൃദ്ധൻ, ചൈനയിലെ ഒരു ഗ്രാമത്തിലെ ഒരു വൃദ്ധൻ, അദ്ദേഹത്തിന് ശരീരത്തിന് അല്പം പ്രയാസം നേരിട്ടു. കൈയും കാലുകൾക്കും വല്ലാത്ത ഒരു മരവിപ്പ് അദ്ദേഹത്തിന് നേരിട്ടു. അപ്പോൾ ഇദ്ദേഹം ഒരു നാട്ടുവൈദ്യൻ്റെ അടുത്ത് ചെന്നു. നാട്ടുവൈദ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിന് സൂര്യപ്രകാശം ഏൽക്കാത്തതിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ നിങ്ങൾ ഇളം വെയിൽ കൊള്ളണം. രാവിലെ എഴുന്നേറ്റ് വീടിൻ്റെ മുറ്റത്ത് ഇരിക്കണം. ശരീരത്തിന് ഇളം വെയിൽ കൊള്ളണം. അങ്ങനെ കുറച്ച് ദിവസം നിങ്ങൾ ഇളം വെയിൽ കൊണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ആ കാലിൻ്റെയും കൈയുടെയും മരപ്പൊക്കെ മാറും. അപ്പോൾ ഈ വൃദ്ധൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഒരു മലയുടെ ചെരുവിലാണ് ഈ വൃദ്ധൻ താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൂര്യരശ്മികൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് എത്തിയിരുന്നില്ല. കാരണം മലയുടെ ഒരു മറവുള്ളതുകൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഈ സൂര്യപ്രകാശം തൻ്റെ വീട്ടുമുറ്റത്തേക്ക് വരണമെങ്കിൽ ഏതാണ്ട് ഉച്ച കഴിയും. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഈ മല, ഈ സൂര്യപ്രകാശം എനിക്ക് ലഭിക്കാൻ തടസ്സം നിൽക്കുന്ന ഈ മലയെ അങ്ങോട്ട് നീക്കം ചെയ്തേക്കാം. അങ്ങനെ അദ്ദേഹം ഈ മല രാവിലെ ഒരു തൂമ്പ എടുത്തുകൊണ്ട് പോയി ഈ മല അവിടുന്ന് മാറ്റാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. അപ്പോൾ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കാണിക്കാൻ പോകുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സൂര്യപ്രകാശം എനിക്ക് ഏൽക്കുന്നില്ല, ഇളമ്പയിൽ കൊള്ളണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് ഈ മലയാണ് ഇതിന് തടസ്സം. അതുകൊണ്ട് ഈ മലയെ ഞാൻ ഇവിടെ നിന്ന് കോരി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇത്രയും വലിയ മല നിങ്ങൾ എങ്ങനെ കോരി മാറ്റും? അദ്ദേഹം പറഞ്ഞു, ഞാൻ അല്ലെങ്കിൽ എൻ്റെ മക്കൾ, അവരുടെ മക്കൾ എല്ലാം കൂടെ പരിശ്രമിച്ചാൽ, ചിലപ്പം വളരെ വർഷങ്ങൾ പരിശ്രമിച്ചാൽ ചിലപ്പോൾ ഇത് മാറ്റാൻ പറ്റും. അപ്പോൾ ആളുകൾ പറഞ്ഞു, വിഡ്ഢിയായ ഒരു മനുഷ്യൻ അല്ലേ? ഒന്നാലോചിച്ച് നോക്കി. ശരീരത്ത് ഇളമ്പയിൽ കൊള്ളണമെങ്കിൽ തൻ്റെ വീടിൻ്റെ സ്ഥാനത്തു നിന്നും അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് താമസിക്കുകയോ, അല്ലെ തൻ്റെ വീട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയോ, അല്ലെങ്കിൽ കുറച്ച് നാൾ മറ്റൊരു സ്ഥലത്ത് പോയി മാറി താമസിക്കുകയോ ചെയ്താൽ തൻ്റെ ശരീരത്തിന് ഇളമ്പയിൽ കൊള്ളുന്ന ലഭിക്കുന്ന സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് പോയി അദ്ദേഹത്തിന് താമസിക്കാം. മറിച്ച് ഈ മല മുഴുവൻ കോരി മാറ്റാൻ അദ്ദേഹം ശ്രമിക്കുന്നത് എത്ര വിഡ്ഢിത്തരമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കി. പല ആളുകളും എങ്ങനെയാണ്,
കഠിനാധ്വാനം, ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്യും. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പാതിരാത്രിയിലും എല്ലാം പണിയും. ഇങ്ങനെ പണിയെടുത്തതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വിജയം ഉണ്ടാകുമോ? അപ്പോൾ പണിയെടുക്കുന്നതിലല്ല വിജയം, മറിച്ച് അതിനെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച് നല്ലൊരു അവബോധമുണ്ടാകുമ്പോഴാണ്. കഠിനാധ്വാനം നമുക്ക് വളരെ അത്യാവശ്യമാണ്. പക്ഷേ കഠിനാധ്വാനം കൊണ്ട് മാത്രം ഒരാൾ ജീവിതത്തിൽ വിജയിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ഒരു മേഖല നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ പരിശ്രമങ്ങളെല്ലാം അത് നമ്മൾ സ്വയം കീഴടക്കിയിരിക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമമായ മാർഗം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ കീഴടക്കുക എന്നുള്ളതാണ്. ഒരു മനസ്സിനെയും ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവൻ അവൻ ജീവിതത്തിൽ വിജയിക്കും. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയില്ല, ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ അവന് ഒരിക്കലും ജീവിതത്തിൽ വിജയമുണ്ടാകുകയില്ല. നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അച്ചടക്കമാണ്. നല്ല ചിട്ടയായ ഒരു അച്ചടക്ക ബോധം നമുക്കില്ലെങ്കിൽ, അതിന് പറഞ്ഞ് നമ്മൾ ഡിസിപ്ലിൻ എന്നൊക്കെ പറയും. ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. നമുക്ക് ഉറങ്ങുന്നതിനും ഉണരുന്നതിനും ഒരു കൃത്യമായ സമയമുണ്ടാകണം. നമ്മൾ ചെയ്തു തീർക്കേണ്ട പ്രവൃത്തികളെക്കുറിച്ച് വ്യക്തമായ ഒരു പ്ലാനിംഗ് ഉണ്ടായിരിക്കണം. ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് എഴുതി തയ്യാറാക്കിയ ഒരു ഫോർമാറ്റ് എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ചുമ്മാ കിടന്ന് ഉറങ്ങുക, പിന്നെ പണിയെടുക്കാതിരിക്കുക, അലസരായിരിക്കുക എന്നുള്ളതില്ല. എപ്പോഴും ഊർജ്ജസ്വലരും സമയം നഷ്ടപ്പെടുത്തി കളയാത്തവരുമായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ അച്ചടക്കമുള്ളവനായിരുന്നാൽ നമുക്ക് ഒരു കോടീശ്വരനായി തീരാനായിട്ട് സാധിക്കും. പരമമായ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പണത്തെ എപ്പോഴും ഒരു നന്മയോടുകൂടി മാത്രമാണ് നമ്മൾ കാണേണ്ടത്. പണത്തെ പ്രേമിക്കണം എന്നാണ് ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അച്ചടക്കമുള്ള മനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ചിന്തകളെ നിയന്ത്രിക്കും എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിൻ്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ അശുഭ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുവാൻ ഇടവരുത്തരുത് എന്നുള്ളതാണ്. ഇനി ഒരു കോടീശ്വരനാകാൻ ആഗ്രഹിക്കുക എന്നുള്ളതാണ് ഒരു കോടീശ്വരനാകുക എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ ആഗ്രഹമില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ജീവിതത്തിൽ വിജയിക്കും? അപ്പോൾ ഒരു കോടീശ്വരനാകാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ഒരു കോടീശ്വരൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുകയും അവൻ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുകയും ചെയ്യാൻ നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ മനസ്സിലൂടെ 36,000 മുതൽ 50,000 വരെ ചിന്തകൾ കടന്നു പോകുന്നു. ഈ ചിന്തകളുടെ എല്ലാം പുറകെ നമ്മൾ പോയാൽ നമുക്കൊരിക്കലും ജീവിത ലക്ഷ്യത്തിലെത്താൻ പറ്റുകയില്ല. നമ്മുടെ ജീവിത വിജയത്തിന് നമ്മൾ ഏത് കാര്യത്തിലാണോ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആ കാര്യത്തിലാണ് നമുക്ക് വിജയം നേടാനായിട്ട് കഴിയുന്നത്. ഇനി നമ്മുടെ ചിന്താഗതികളെ നിയന്ത്രിച്ച് എപ്പോഴും വിജയത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അതിന് നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രത ഉണ്ടാകണം. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഇവിടെ പറയുകയാണ്, ഒന്ന് നല്ല വ്യക്തികളുമായി സമ്പർക്കം പുലർത്തുക. അപ്പോൾ നമ്മുടെ ബന്ധം ആരോടാണ്? അപ്പോൾ നല്ല വ്യക്തികളുമായിട്ടുള്ള ഒരു നമുക്ക് സൗഹൃദമുണ്ടായിരിക്കണം. അതായത് കോടീശ്വരന്മാരായവർ, ജീവിതത്തിൽ വിജയിച്ചവർ, അങ്ങനെയുള്ളവരായിരിക്കണം നമ്മുടെ സമ്പർക്കം എന്ന് പറയുന്നത്. എന്നാൽ കുറ്റം പറയുകയും ഏഷണി പറയുകയും പരിഹസിക്കുകയും കളിയാക്കുകയും ജീവിതത്തിൽ യാതൊരു ശുഭാപ്തി വിശ്വാസമില്ലാത്ത ആളുകളുടെ ഇടയിൽ പോയിരുന്നാൽ നമ്മളും അവരെ പോലെ ആയിത്തീരും. അതുകൊണ്ടാണ് പറയുന്നത് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മൾ ജീവിതത്തിൽ വിജയിച്ചവരുമായി കൂട്ടുകൂടണം. അവർ വിജയിച്ച ആളുകളുടെ ജീവചരിത്രങ്ങൾ നമ്മൾ പഠിക്കണം. അങ്ങനെ നല്ല ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, നമുക്ക് നിലയ്ക്കാത്ത ഒരു പഠനം ആവശ്യമാണ്.
എത്ര വയസ്സായിക്കൊള്ളട്ടെ പഠനം ഒരിക്കലും ഉപേക്ഷിക്കരുത്. നമ്മൾ പഠിക്കും തോറും പുതിയ പുതിയ ആശയങ്ങൾ മനസ്സിലാക്കി പഴഞ്ചൻ ആശയങ്ങളെ ഉപേക്ഷിച്ച് പുതിയ ആശയങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുന്നു. അപ്പോൾ അതിന് പറ്റിയതായ പുസ്തകങ്ങളും അതിന് പറ്റിയതായ ലേഖനങ്ങളും ഒക്കെ നമ്മൾ വായിക്കുകയും അതോടൊപ്പം തന്നെ നല്ല ഗുരുക്കന്മാരും ബന്ധുക്കളും നമുക്കുണ്ടായിരിക്കണം. 3, ചിന്തകളെ ഉത്തേജിപ്പിക്കുക. നമ്മുടെ മനസ്സിൽ പുതിയ ചിന്തകൾ, പോസിറ്റീവ് ചിന്തകളെ കൊണ്ട് നിറയ്ക്കുക. നെഗറ്റീവ് ചിന്തകൾ സമ്പൂർണ്ണമായി ഒഴിവാക്കുക. അതിന് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ, വീഡിയോകൾ കാണുക, മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക, ഉയർന്ന മൂല്യബോധമുള്ള ആളുകളുമായി സഞ്ചരിക്കുക, അവരുടെ വീഡിയോകൾ കേൾക്കുക എന്നുള്ളതാണ്. 4, കേന്ദ്രീകൃതമായ ഒരു ചിന്ത. ലക്ഷ്യത്തിലെത്തുന്നതിൽ നിന്ന് ജീവിതത്തിലെ സാധാരണ പ്രശ്നങ്ങൾ തടസ്സമാകാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളൊക്കെയും ഓരോ ദിവസം അനവധി പ്രശ്നങ്ങളെ തരണം ചെയ്ത് ജീവിക്കുന്നവരാണ്, അല്ലേ? രാവിലെ മുതൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ മുതൽ നമുക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ പ്രതിസന്ധിയിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ജീവിതത്തിൻ്റെ പുതിയൊരു പാതയിലേക്ക് നയിക്കുന്നതിനിടയിൽ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കരുത്. നമുക്കെല്ലാത്തിനും ഒരു കൃത്യമായ ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. ഭക്ഷണം കഴിക്കുന്ന സമയം, കാപ്പി കുടിക്കുന്ന സമയം, നമ്മൾ പുസ്തകങ്ങൾ വായിക്കുന്ന സമയം, TV കാണുന്ന സമയം, അതുപോലെ മൊബൈൽ വീഡിയോകൾ കാണുന്ന സമയം, പ്രാർത്ഥിക്കുന്ന സമയം, അതിനുശേഷം നമ്മൾ കിടന്നുറങ്ങുന്ന സമയം, ഇതിനെല്ലാത്തിനും നമുക്ക് വ്യക്തമായ ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. അതിൻ്റെ അനുസരിച്ച് വേണം നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാൻ. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഒരു കാര്യങ്ങളും നമ്മെ ബാധിക്കരുത്. അടുത്തത്, ശുഭാപ്തി വിശ്വാസം കൈവിടരുത്. അതായത് നമുക്ക് ചുറ്റുമുള്ള എല്ലാറ്റിലും നല്ലത് മാത്രം കാണുക. അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഏത് പ്രതിസന്ധിയിലും മുന്നേറാനുള്ള വഴി തുറന്നു കിട്ടും. പ്രതികൂലമായി ഒന്നുമില്ല എന്ന ഒരു മനോഭാവം നമ്മളിലുണ്ടാകണം. പ്രതികൂലമായി ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ശുഭാപ്തി വിശ്വാസം കൈവിടരുത്. ബൈബിൾ ഒരു ഇപ്രകാരം പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഒരു ശുഭാപ്തി വിശ്വാസമുണ്ടാണ്. എല്ലാം നന്നായി അവസാനിക്കും എന്നുള്ള ഒരു ചിന്ത, എല്ലാം നല്ലതിനെ വരികയുള്ളൂ എന്നുള്ളൊരു ചിന്ത, അതാണ് ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത്, ഓരോ വിജയങ്ങളും നമ്മൾ ആഘോഷിക്കുക. ചെറിയ ചെറിയ വിജയങ്ങളെ ആഘോഷിക്കാൻ നമ്മൾ തയ്യാറാകണം. വിജയം എത്ര ചെറുതാണെങ്കിലും അത് ആഘോഷിക്കണം. അങ്ങനെ ആകുമ്പോൾ വിജയിക്കുക എന്നത് നമ്മുടെ ഒരു ശീലമായി തീരും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അടുത്തത്, അടുക്കും ചിട്ടയുമുള്ള ഒരു വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ താമസിക്കുന്ന വീട്, പരിസരം, റൂമുകൾ അതെല്ലാം അടുക്കോടും ചിട്ടയോടും കൂടെ നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു വെക്കണം. നമ്മുടെ ബെഡ്ഷീറ്റുകളൊക്കെയും നല്ല ബെഡ്ഷീറ്റുകളൊക്കെ വിരിച്ച് തലയണയ്ക്കൊക്കെ നല്ല കവറുകളിട്ട് നമ്മുടെ മുറിയിൽ നല്ല കർട്ടനൊക്കെ ഇട്ട്, അതുമാത്രമല്ല നല്ല ബൾബുകളൊക്കെ ഇട്ട് എപ്പോഴും പ്രകാശപൂരിതമായിരിക്കണം നമ്മുടെ റൂമുകളൊക്കെയും. അതുപോലെ തന്നെ മുറികളൊക്കെയും ജനലുകളൊക്കെ വെച്ച് ജനലൊക്കെ തുറന്നിട്ട് കഴിയുമ്പോൾ നല്ല ഫ്രഷ് വായും കാറ്റും ഒക്കെ കിട്ടും. അങ്ങനെ എപ്പോഴും നമ്മുടെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലേക്ക് പോകുമ്പോൾ അവിടെ ചെന്ന് ഇരിക്കാൻ നമുക്ക് ഒരു മനസ്സുണ്ടാകണമെങ്കിൽ വൃത്തി ഉണ്ടായിരിക്കണം, അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കണം, നമ്മൾ താമസിക്കുന്നത് വാസയോഗ്യമായിരിക്കണം, നമ്മുടെ വീടുകളുടെ മുറ്റത്ത് നല്ല നല്ല പൂച്ചെടികൾ, ചെടികളുണ്ടായിരിക്കണം, വളർത്തും മൃഗങ്ങൾ വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു അടുക്കും ചിട്ടയോടും കൂടെ നമ്മുടെ റൂമുകളും വീടുകളും ഒക്കെ ക്രമീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകും. ഇനി അടുത്തത് പറയുന്നത് സ്വയം വിശ്വസിക്കുക എന്നുള്ളതാണ്. സ്വയം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വിശ്വസിക്കുക, നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ നാം കണ്ടെത്തുക, സ്വയം പരിധി തീർക്കുന്ന സ്വഭാവം പാടെ ഉപേക്ഷിക്കണം. എനിക്ക് ഇത്രേ ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇത്രേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ചിന്തകൾ മാറ്റി, മറിച്ച് എനിക്ക് വിജയിക്കാൻ കഴിയും, എൻ്റെ കഴിവുകൾ ഇന്നതാണ്. ദൈവം എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള കഴിവുകൾ എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കഴിവിൽ നാം അടിയുറച്ച് വിശ്വസിക്കുകയും അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തത്,
ജോലിയെ ഒരു സ്പ്രിംഗ് ബോർഡായി കരുതുക. മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്ത് മടുത്തു തുടങ്ങിയെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം എന്താണ്? അതൊരു മോശം ലക്ഷണമല്ല. മറിച്ച് കേവലം ഒരു ജോലി കൊണ്ട് നിങ്ങൾക്കൊരിക്കലും സമ്പന്നനായി തീരാൻ സാധിക്കില്ല. ജോലി ചെയ്തുകൊണ്ട് മാത്രം കോടീശ്വരായവരും ആരുമില്ല. മറിച്ച് ജോലിയെ പുതിയ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുകയും അതിനെ പുതിയ പുതിയ മേഖലകൾ കണ്ടുപിടിക്കുകയും സ്വന്തമായി ബിസിനസ്സുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. അടുത്തത്, ഒരു കോടീശ്വരനെ പോലെ ചിന്തിക്കുക. ഇതാ, ശതകോടീശ്വരൻ്റെ പാതയിലേക്ക് പ്രവേശിക്കാറായി നിൽക്കുന്ന അവർ ജീവിക്കുന്നത് പോലെ നമ്മുടെ ഭാവനയിൽ നമ്മൾ കാണുക. നമ്മൾ അങ്ങനെ കണ്ടു കഴിയുമ്പോൾ ഒരു കോടീശ്വരനെ പോലെ ചിന്തിക്കാൻ നമുക്ക് കഴിയണം. നല്ല വാഹനത്തിൽ സഞ്ചരിക്കുന്നത്, നല്ല കമ്പനി റൺ ചെയ്യുന്നത്, മാനേജിങ് ഡയറക്ടറായിട്ട് ഇരിക്കുന്നത്, അവരുടെ ബിസിനസ്സുകളൊക്കെ ഈ ലോകം മുഴുവൻ വ്യാപിക്കുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. കോടീശ്വരൻ്റെ ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടീശ്വരനാകാനുള്ള യാത്രയിൽ മനസ്സിൻ്റെ ചിന്തകളെ നിയന്ത്രിക്കുക എന്നുള്ളത്. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രഭാതത്തിലെ അല്പസമയമുള്ള മോർണിംഗ് വാക്ക്. അത് നമുക്ക് ആവശ്യമാണ്. നമ്മൾ രാവിലെ അല്പസമയം നടക്കാൻ പോകണം. രാവിലെ ഉറക്കമെഴുന്നേറ്റതിന് ശേഷമുള്ള ആദ്യത്തെ 30 മിനിറ്റ് വളരെ വിലപ്പെട്ടതാണ്. മനസ്സിൽ ഊഷ്മളമായ ഊർജം ലഭിക്കുന്ന ഈ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ പെട്ടെന്ന് നടപ്പാക്കാൻ സാധിക്കും. പൊന്നിൻ്റെ വിലയുള്ള ഈ 30 മിനിറ്റ് നിശ്ചയങ്ങൾക്കായി ഉപയോഗിക്കുക. ധ്യാനിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഭാവനയിൽ വിഭാവനം ചെയ്യുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ രാവിലെ സമയം, എഴുന്നേൽക്കുന്ന സമയം, ആ എഴുന്നേറ്റോ അപ്പോൾ തന്നെ ആ 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. ആ രാവിലെ സമയം നമ്മുടെ ബെഡിൽ ഇരുന്നു കൊണ്ട് തന്നെ വളരെ കാര്യമായി നമ്മൾ പ്രാർത്ഥിക്കുകയോ ധ്യാനിക്കുകയോ ശുഭചിന്തകളെ കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറയ്ക്കുകയോ ചെയ്യണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുശേഷം നമ്മൾ അല്പം എക്സർസൈസ്, അതായത് ഒരു മോർണിംഗ് വാക്ക് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ മാത്രമാണ് നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം ഏകാഗ്രത, ശ്രദ്ധ എന്നിവയെ പരിപോഷിപ്പിക്കണം. അതല്പം അധ്വാനമുള്ള പണിയാണ്. അത് ദിവസേന പരിശീലിക്കുക. ആവശ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സമയം ചെലവഴിക്കുക. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കൂ, ഒരു ദിവസം നമ്മൾ എത്ര സമയം മൊബൈൽ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു? എത്ര മൊബൈൽ ഫോൺ ഒരു ദിവസം നമ്മൾ കൈകാര്യം ചെയ്യുന്നു? എത്ര വാട്സപ്പും എത്ര ഫേസ്ബുക്കും ഒക്കെ പലർക്കും ഉണ്ട്. ഇതുകൊണ്ട് ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ എന്തെല്ലാം വലിയ പ്രത്യാഘാതങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയണം. ഇനി ഇവിടെ ശതകോടീശ്വരനിലേക്കുള്ള 25 പടവുകൾ എന്ന് രേഖപ്പെടുത്തിയ ഒരു 25 കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശതകോടീശ്വരനിലേക്കുള്ള 25 പടവുകൾ. ഒന്ന്, വലിയ സമ്പത്തുണ്ടാക്കുന്നതിനെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം. ഇങ്ങനെ സമ്പത്തുണ്ടായാലുള്ള ഗുണത്തെക്കുറിച്ച് വ്യക്തമായ ഒരു മുൻധാരണയുണ്ടാകണം. എനിക്ക് പണമുണ്ടായാൽ ഞാൻ ആ പണം കൊണ്ട് എന്ത് ചെയ്യും? എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? ആ പണം ഞാൻ എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ മനസ്സിലുണ്ടാകും. 2, നിങ്ങളുടെ യഥാർത്ഥ അഭിനിവേശം എന്ത് എന്ന് കണ്ടുപിടിക്കുക. ആ അഭിനിവേശത്തിൽ നിന്നുകൊണ്ട് ശതകോടീശ്വരനിലേക്ക് യാത്ര നടത്താവുന്നതാണ്. അപ്പോൾ നമ്മുടെ തീക്ഷ്ണമായ ആഗ്രഹങ്ങൾ എന്താണ് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയുക. 3, നിങ്ങളുടെ പ്രത്യേക കഴിവുകളും നിങ്ങളുടെ ജീവിതത്തിൽ അതിനുള്ള പ്രാധാന്യവും മൂല്യവും തിരിച്ചറിയുക. എന്താണ് നിങ്ങൾക്ക് ഉള്ള കഴിവെന്താണ്? ആ കഴിവും നിങ്ങളുടെ ജീവിതമായിട്ട് എന്താണ് ബന്ധം? നിങ്ങൾ നല്ലൊരു ടീച്ചറാണോ? ആ ടീച്ചറാണെങ്കിൽ നിങ്ങൾ അത് തിരിച്ചറിയാൻ കഴിയണം. നിങ്ങൾക്ക് നന്നായി ഭക്ഷണം പാകം ചെയ്യാനാണ് നിങ്ങൾക്ക് ടാലൻ്റ് എങ്കിൽ അത് തിരിച്ചറിയാം. പാട്ട് പാടാനെങ്കിൽ, അല്ലെങ്കിൽ നല്ലതുപോലെ ആശയവിനിമയം നടത്താനാണെങ്കിൽ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അതെല്ലാം നമ്മൾ തിരിച്ചറിയാൻ കഴിയണം. എന്താണ് എനിക്കുള്ള ടാലൻ്റ്, എന്താണ് എനിക്കുള്ള കഴിവെന്താണെന്ന് തിരിച്ചറിയാം. അടുത്തത്, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്തോ അതിൽ ആത്മാർത്ഥമായി മുഴുകുക. എന്താണ് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം? ധ്യാനമാണോ? അതുപോലെ മറ്റുള്ള കാര്യങ്ങളാണോ? എന്താണ് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? അതിൽ കൂടുതൽ സമയം ചെലവഴിക്കുക.
അടുത്തത് 5, എന്തിനാണ് ഒരു കോടീശ്വരനാകുന്നതെന്ന് ആലോചിക്കണം. അതായത് ധനത്തിൻ്റെ ആവശ്യകത എന്താണ്, ധനം കുമിഞ്ഞുകൂടുമ്പോൾ അത് ചെലവഴിക്കുന്ന മാർഗം എങ്ങനെയായിരിക്കണം, നിങ്ങൾക്ക് വ്യക്തിപരമായി അതുകൊണ്ടുള്ള നേട്ടം എന്താണ്, സമൂഹത്തിന് കിട്ടുന്ന പ്രയോജനം മുതലായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ടായിരിക്കണം. ഇനി അടുത്തത് 6, ശതകോടീശ്വരനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ഒരു ദൃഢനിശ്ചയമായി മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. നമ്മുടെ മനസ്സിൽ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചാൽ അത് കൃത്യമായി നമ്മുടെ മനസ്സിൽ അതുണ്ടോ, മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഇത് ലഭിക്കുകയുള്ളൂ. 7, ശതകോടീശ്വരനായുള്ള പ്രയത്നത്തിന് വേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ സഹിക്കാൻ ഒരുക്കമാണോ എന്നാലോചിക്കുക. 8, മാനസികമായ ശാക്തീകരണത്തിന് നിങ്ങൾ ഒരുക്കമാണോ എന്ന് തീരുമാനിക്കണം. അതായത് ധനവിനിയോഗത്തിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നിരന്തരം പഠിക്കാൻ ഒരുക്കമായിരിക്കണം. 9, ശതകോടീശ്വരനിലേക്ക് നിങ്ങളെ നയിക്കുന്ന മാർഗങ്ങൾ മനസ്സിലാക്കാനും പുതിയ ആശയങ്ങളും കണ്ടുപിടിക്കാനും നമ്മൾ തയ്യാറാകണം. പുതിയ ആശയങ്ങളെ കണ്ടുപിടിക്കുക. 10, ഉണ്ടാക്കാൻ കഴിയുന്ന ആശയങ്ങൾക്ക് അന്തിമ രൂപം നൽകുക. പണം ഉണ്ടായി കഴിയുമ്പോൾ സമൂഹത്തിന് തിരിച്ചു കൊടുക്കേണ്ടത് എന്താണ് എന്ന് ആലോചിക്കണം. 11, മറ്റുള്ളവരെ സഹായിക്കുവാനും സേവിക്കുവാനും മനസ്സിനെ തയ്യാറാക്കുക. എന്ത് ചെയ്യുമ്പോഴും അത് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ വേണം എന്ന് ദൃഢനിശ്ചയം ഉണ്ടായിരിക്കുക. 12, പ്രവർത്തനത്തിന് ശക്തമായ ദിശാബോധം ഉണ്ടായിരിക്കണം. സമഗ്രമായ ആസൂത്രണം നടത്തുന്ന ധനസമ്പാദനത്തിനുള്ള സുവ്യക്തമായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുകയും വേണം. 13, മാതൃകയാക്കാവുന്ന ശതകോടീശ്വരന്മാരെ കണ്ടെത്തി അവരുടെ അനുഭവ കഥകൾ പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കുക. എല്ലാ മാർഗനിർദ്ദേശങ്ങളുമായി ഇക്കാര്യത്തിൽ ജ്ഞാനമുള്ള ഒരു ഗുരുവിനെ കണ്ടെത്തണം. 14, ചെയ്യുന്നതിൽ പൂർണ്ണമായി വിശ്വസിക്കുക, ലക്ഷ്യത്തിലും വിശ്വസിക്കുക. 15, പ്രവർത്തനങ്ങൾ മുൻഗണനകൾ നൽകേണ്ടത് എന്തൊക്കെ ആണ് എന്ന് സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടാകുക. 16, ജീവിതത്തിൽ അച്ചടക്കം പ്രദർശിപ്പിക്കണം. വരുമാനത്തിൽ കവിഞ്ഞ് ചിലവാക്കില്ല എന്നുള്ള നിർബന്ധ ബുദ്ധി പ്രദർശിപ്പിക്കണം. മിച്ചം പിടിക്കുന്നത് കൊണ്ട് നേരത്തെ തന്നെ സമ്പാദ്യം ആരംഭിക്കണം. 17, ധനസമ്പാദനം 90% മനഃശാസ്ത്രവും 10% സാമ്പത്തിക ശാസ്ത്രവുമാണ്. അപ്പോൾ സമ്പാദനത്തിൻ്റെ 10% മാത്രമേ ഉള്ളൂ സാമ്പത്തിക ശാസ്ത്രം, മറിച്ച് 90% അത് മനഃശാസ്ത്രമാണ്. ബിസിനസ്സിലും ജീവിതത്തിലും വ്യക്തിബന്ധങ്ങൾക്കുള്ള പ്രാധാന്യം അവഗണിക്കരുത്. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് സദാ ശ്രദ്ധിക്കണം. 18, വൈകാരിക നിയന്ത്രണം അത്യാവശ്യമാണ്. ഭയം, ദുഃഖം, കോപം, വെറുപ്പ്, അസൂയ, പരപീഡന മനോഭാവം, ശത്രുത മുതലായ കാര്യങ്ങൾക്ക് നിയന്ത്രണമുണ്ടാകണം. 19, ശത്രുക്കൾക്ക് പോലും മാപ്പ് കൊടുക്കാനും സ്നേഹിക്കാനും കൃതജ്ഞതയോടെ പെരുമാറാനും കഴിയണം. ദയ, സഹാനുഭൂതി, വിശ്വാസം എന്നിവയൊക്കെ മനസ്സിൽ നിറയണം. 20, മൈൻഡ് മാസ്റ്ററി തന്ത്രങ്ങളും ആകർഷണ നിയമങ്ങളും ഉപയോഗിച്ച് ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യണം. 21, നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഉറച്ചു നിൽക്കുക. 22, നല്ല പുസ്തകങ്ങൾ വായിച്ച് എപ്പോഴും മനസ്സിൽ നല്ല ചിന്തകളും സന്തോഷകരമായ അനുഭൂതികളുടെയും വിത്തുകൾ വിതയ്ക്കുക. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ ചുറ്റും നിറയട്ടെ. ചീത്ത ആളുകളെയും ചീത്ത സാഹചര്യങ്ങളെയും പൂർണ്ണമായി ഒഴിവാക്കുക. 23, ലക്ഷ്യത്തിലേക്ക് എത്തുന്ന സമഗ്രമായ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുക. 24, അറിവിൻ്റെ ഉത്തോലകം ഉപയോഗിക്കാൻ സജ്ജമായിരിക്കുക. 25, എല്ലാറ്റിനും കൃത്യമായൊരു സമ്പ്രദായം, സിസ്റ്റം ഉണ്ടായിരിക്കണം. അതുപയോഗിച്ച് കണിശവും നിശ്ചിതവുമായ പ്രവർത്തന പദ്ധതി ആവിഷ്കരിക്കുക. അപ്പോൾ 25 പോയിൻ്റുകളാണ് ശതകോടീശ്വരനേക്കുള്ള പടവുകൾ എന്ന രീതിയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ മാറ്റുക, ദുഷ്ടചിന്തകളെ ഒഴിവാക്കി നല്ല ചിന്തകളെ കൊണ്ട് നമ്മുടെ മനസ്സിനെ സമ്പൂർണ്ണമായി നിറച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
അതുകൊണ്ട് നമ്മുടെ മനസ്സ് സജ്ജമാകട്ടെ. പക, പിണക്കം ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും, മുൻവിധികളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്നും മാറി എനിക്ക് ജീവിക്കണം, എനിക്ക് വളരണം, എനിക്ക് സമ്പത്തുണ്ടാക്കണം, അത് സാമൂഹിക നന്മകൾക്ക് വേണ്ടി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം. ധനമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ള ധാരണ നമ്മുടെ മനസ്സിലുണ്ടാവണം. അതോടൊപ്പം തന്നെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് മാത്രം പണമുണ്ടാകില്ല, മറിച്ച് സമ്പത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, ക്രയവിക്രയങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് 90% മനഃശാസ്ത്രവും 10% സാമ്പത്തിക ശാസ്ത്രമാണ് എന്ന് നമ്മൾ കേട്ടു. അതുകൊണ്ട് ഒരു കോടീശ്വരനാകാനുള്ള പാതയിലേക്ക് നിങ്ങളുമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.